നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കുടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. റഷ്യയിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കല്ലൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ സന്ദീപിന്റെ വീട്ടിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. സന്ദീപിന്റെ മൃതദേഹം വിട്ടുകിട്ടുവാൻ എംബസിയുമായി ചർച്ച ചെയ്തതായി കേന്ദ്രമന്ത്രി. അധ്യാപക ദിനം ആഘോഷിച്ച് സ്കൂളുകളും സംഘടനകളും. ചെങ്ങാലൂർ SN പുരത്ത് വളർത്തുനായ്ക്കളെ റോഡിലേക്ക് അഴിച്ചുവിടുന്നത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുന്നു. സ്വകാര്യ വ്യക്തിക്കെതിരെ പരാതിയുമായി നാട്ടുകാർ. രണ്ടാം ഘട്ട ഡിജിറ്റൽ സർവേ നടത്തുന്ന ആമ്പല്ലൂർ വില്ലേജിന്റെ സർവേ പ്രവർത്തനങ്ങളുടെയും ഡിജിറ്റൽ സർവേ വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിലെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രതിഷ്ഠാ തിരുനാളും ഊട്ടുനേർച്ചയും ശനി ഞായർ ദിവസങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. BJP പുതുക്കാട് നിയോജക മണ്ഡലം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ചിറ്റിശ്ശേരിയിൽ വെച്ച് നടന്നു. വാർത്തകൾ വിശദമായി. റഷ്യയിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കല്ലൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ സന്ദീപിന്റെ വീട്ടിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. സന്ദീപിന്റെ മൃതദേഹം വിട്ടുകിട്ടുവാൻ എംബസിയുമായി ചർച്ച ചെയ്തിരുന്നതായും ഇതിനായി നടപടി സ്വീകരിച്ചു വരുന്നതായും കേന്ദ്രമന്ത്രി അറിയിച്ചു. സന്ദീപിന്റെ വീട്ടിലെത്തിയ സുരേഷ് ഗോപി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്, BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, AG രാജേഷ് എന്നിവരും കേന്ദ്രമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ചാലക്കുടിയിലെ ഏജൻസി വഴി കഴിഞ്ഞ ഏപ്രിൽ 2-നാണ് സന്ദീപും മലയാളികളായ മറ്റു 7 പേരും റഷ്യയിലേക്ക് പോയത്. റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിനിടെ റഷ്യൻ സേനയുടെ ഭാഗമായിരുന്ന സന്ദീപ് യുദ്ധം ചെയ്തതിനിടെയാണ് ഉക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ ഡോണസ്കിൽ വെച്ച് സന്ദീപ് കൊല്ലപ്പെട്ടത്. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് അധ്യാപകർക്ക് സ്വീകരണമൊരുക്കി ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. കുട്ടികൾ തയ്യാറാക്കിയ ആശംസാ കാർഡുകളും പൂച്ചെണ്ടുകളും നൽകി ആശംസാ ഗാനത്തോടെയാണ് കുട്ടികൾ അധ്യാപകരെ സ്വീകരിച്ചത്. വിദ്യാലയത്തിലെ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിന്റെയും സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. PS ശ്രീപ്രിയ, അതുൽ കൃഷ്ണ, യൂണിറ്റ് ചാർജ് അധ്യാപകരായ സിജോ ജോസ്, ബിനു G കുട്ടി, സൂര്യ G നാഥ് എന്നിവർ നേതൃത്വം നൽകി. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരെ ആദരിച്ചുകൊണ്ട് ആളൂർ RMHSS സ്കൂളിലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് അധ്യാപക ദിനത്തിൽ സ്കൂളിൽ സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിച്ചു. ഗൈഡ്സ് ലീഡർ ഗൗരി പാർവതി പ്രിൻസിപ്പാൾ TJ ലൈസനെ പൊന്നാട അണിയിച്ചുകൊണ്ട് ആദരിച്ചു. ഗൈഡ് സംഘം ജോവിന അധ്യാപക ദിന ചിന്തകൾ കുട്ടികൾക്ക് പകർന്നു നൽകി. ദീർഘകാലത്തെ സർവീസിന് ശേഷം വിരമിക്കുന്ന അധ്യാപകരായ സോജൻ T ജോൺ, PR രശ്മി, ഷെർലി തോമസ്, ഓഫീസ് അസിസ്റ്റന്റ് VM ജോയ് എന്നിവരെ ആദരിച്ചു. പുതുക്കാട് SN ഇംഗ്ലീഷ് മീഡിയം പ്രീ സ്കൂളിൽ അധ്യാപക ദിനം ആചരിച്ചു. ദീർഘകാലം പുതുക്കാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപികയായിരുന്ന ലീലാബായിയെ സ്കൂൾ ഡയറക്ടർ PR വിജയകുമാർ, പ്രധാനാധ്യാപിക ബേബി വിജയകുമാർ എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ച് ആദരിച്ചു. തണൽ സംഘടന, സ്നേഹസ്പർശം ചാരിറ്റബിൾ സൊസൈറ്റി, പെൻഷനേഴ്സ് സംഘടന എന്നീ കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം പ്രവർത്തിച്ചു വരുന്ന ലീലാബായി കൊല്ലംപറമ്പിൽ കുമാരന്റെ ഭാര്യയാണ്. ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. അപ്പോൾ ഈ ഇന്നത്തെ ദിവസം നമ്മുടെ ഒരു ശ്രേഷ്ഠന്മാരെ ആദരിക്കുക എന്നുള്ള ചടങ്ങാണ്. പുതുക്കാട് വൈസ്മെൻ ഇന്റർനാഷണൽ പുതുക്കാട് ടൗൺ ക്ലബ്ബ് അധ്യാപക ദിനം ആചരിച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ അധ്യാപികയായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച റീത്തയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. വൈസ്മെൻ ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ഇലക്ട് PR വിജയകുമാർ, ക്ലബ് പ്രസിഡന്റ് മുരളീധരൻ ചേലോട്ട് എന്നിവർ സന്നിഹിതരായി. വരന്തരപ്പള്ളി സെന്റ് ജോൺ ബോസ്കോസ് LP സ്കൂളിൽ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഗുരുവന്ദനം 2024 പരിപാടി സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് കുരിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജിയോ ആൽനോലിക്കൽ അധ്യക്ഷത വഹിച്ചു. 2000 വർഷം മുതൽ സ്കൂളിൽ സേവനം ചെയ്ത് വിരമിച്ച അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. പ്രധാന അധ്യാപിക K. മീന ആന്റണി, വാർഡംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ, PTA വൈസ് പ്രസിഡന്റ് ശ്രീജ ജീവൻ,
OSA പ്രതിനിധി സെബി മഞ്ഞളി, സ്കൂൾ ലീഡർ PC സ്വാതി കൃഷ്ണ, അധ്യാപക പ്രതിനിധി AA മീന എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും വിരമിച്ച അധ്യാപകർക്കായി മത്സരങ്ങളും നടന്നു. ഗുരുവന്ദനം 2024 സ്മരണയ്ക്കായി വിദ്യാലയമുറ്റത്ത് വൃക്ഷത്തൈ നടുകയും ചെയ്തു. ചെങ്ങാലൂർ SN പുരത്ത് വളർത്തുനായ്ക്കളെ റോഡിലേക്ക് അഴിച്ചുവിടുന്നത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുന്നു. സ്വകാര്യ വ്യക്തി കൊണ്ടുവന്ന് വളർത്തുന്ന തെരുവുനായ്ക്കളെയാണ് റോഡിലേക്ക് തുറന്നുവിട്ട് ഭീതി പരത്തുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന റോഡിലേക്കാണ് നായകളെ അഴിച്ചുവിടുന്നത്. വിദ്യാർത്ഥികളെ ഇവ ഓടിപ്പിക്കുന്നതും പതിവായിരിക്കുകയാണ്. നായകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരുടെ കുട്ടികൾക്ക് വീണ് പരുക്കേൽക്കുന്നതും പതിവാണ്. നായകളെ പുറത്തേക്ക് അഴിച്ചുവിടരുതെന്ന് നിരവധി തവണ നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും അതൊന്നും ഗൗനിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. സഹികെട്ട നാട്ടുകാർ പുതുക്കാട് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് സ്വകാര്യ വ്യക്തിയെ വിളിപ്പിച്ച് താക്കീത് നൽകിയെങ്കിലും തൊട്ടടുത്ത ദിവസം മുതൽ നായകളെ വീണ്ടും റോഡിലേക്ക് തുറന്നുവിട്ടതായി നാട്ടുകാർ പറയുന്നു. ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട് MLA, പുതുക്കാട് പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നാട്ടുകാർ പരാതി നൽകി. ഞാൻ സ്കൂളിൽ പോയിട്ട് വരുമ്പോ വണ്ടി കുറച്ച് നേരത്തെയായിരുന്നു. അപ്പൊ അമ്മ വരാൻ വൈകി. അത് കാരണം ഞാൻ ഇങ്ങോട്ട് നടന്നു വരുമ്പോ എന്നെ പട്ടി ഓടിപ്പിച്ചു. അപ്പൊ ഷീബമ്മാമയാണ് എന്നെ വീട്ടിൽ കൊണ്ടാക്കി തന്നെ. മക്കളെയും എന്നെയും ഓടിപ്പിച്ചിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് ഈ റോട്ടിൽ കൂടെ നടക്കാനായിട്ട്. ഞങ്ങൾ 10-12 കൊല്ലമായി ഞങ്ങൾ ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ ഓരോ ദിവസം ചെല്ലും തോറും പട്ടികളെ എണ്ണ കൂട്ടി വന്നുകൊണ്ടിരിക്കുക. എല്ലാവരും പുറത്ത് ഏതെല്ലാം സ്ഥലത്ത് കളയുന്ന പട്ടികളതിലൊക്കെ എടുത്തു കൊണ്ടുവന്ന് അവൾ ഇവിടെ വളർത്തി അവറ്റങ്ങൾക്ക് അസുഖങ്ങൾ ബാധിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ പരാതി സ്വീകരിച്ച് ഇതിനുള്ള നടപടി എടുത്ത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ചെയ്യണത്. ജില്ലയിൽ 2ാം ഘട്ട ഡിജിറ്റൽ സർവേ നടത്തുന്ന ആമ്പല്ലൂർ വില്ലേജിന്റെ സർവേ പ്രവർത്തനങ്ങളുടെയും ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസിന്റെയും ഉദ്ഘാടനം KK രാമേന്ദ്രൻ MLA നിർവഹിച്ചു. ആളകപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. BS പ്രിൻസ് മുഖ്യാതിഥിയായി. വടക്കാഞ്ചേരി സർവേ സൂപ്രണ്ട് EK സുധീർ, തൃശൂർ സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ PA ഷാജി, ആളകപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി വിൽസൺ, വാർഡ് അംഗങ്ങളായ പ്രിൻസൺ തയ്യാലക്കൽ, KA ശൈലജ, അശ്വതി പ്രവീൺ, നിമിത ജോസ്, PK ശേഖരൻ, പ്രിൻസി ഡേവീസ്, PS ദിനിൽ, മുകുന്ദപുരം താലൂക്ക് ഭൂരേഖ തഹസീൽദാർ N ജയന്തി, ആളകപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PB സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായി സാങ്കേതിക വിദ്യകളും നൂതന സർവേ ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജുകളും സർവേയും ഭൂരേഖയും വകുപ്പ് മുഖേന ഡിജിറ്റൽ സർവേ നടത്തുന്നത്. ഭൂവുടമകൾക്ക് സ്വന്തം ഭൂമിയുടെ കൃത്യമായ രേഖകൾ ലഭിക്കുന്നതോടൊപ്പം ഭൂമിയുടെ ഒരു ആധികാരിക രേഖയാണ് ഡിജിറ്റൽ സർവേയിലൂടെ ലഭ്യമാകുന്നത്. വില്ലേജ് ഓഫീസും തഹസിൽദാർ താലൂക്ക് ഓഫീസും എല്ലാം ഇടപെട്ടിട്ടും പരിഹരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇപ്പോഴും നിലവിലുള്ള പ്രദേശങ്ങളുണ്ട്. ചില കുടുംബങ്ങളുണ്ട് നമ്മുടെ മണ്ഡലത്തിൽ. നമുക്കറിയാം, ഇന്ന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു വിഷയത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നത്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ എന്നുള്ള ആ യാഥാർത്ഥ്യം സാധ്യമാകാൻ പോവുകയാണ്. ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഭാഗമായി 4 വർഷം കൊണ്ട് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കുന്നതിനാണ് സംസ്ഥാന ഗവൺമെന്റ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇനി ഓണവിശേഷങ്ങളുമായി പൊന്നോണം വരവായി. മലയാളം ചൊല്ലും നാട്, കരനീളെ തുമ്പപ്പൂവ്, ചിരി തൂകി പഴമകളിരിലെ തിരുവോണം വിടര. പൊന്നോണം വരവായി. ഓണമെടുത്തപ്പോൾ പള്ളിമുറ്റത്ത് ചെണ്ടുമല്ലിപ്പാടം ഒരുക്കിയിരിക്കുകയാണ് ഇടവകക്കാർ. വരന്തരപ്പള്ളി വിമലഹൃദയ പള്ളിയിലാണ് ചെണ്ടുമല്ലി ചെടികൾ ഓണവർണ്ണങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. വരന്തരപ്പള്ളി വിമലഹൃദയ പള്ളിക്ക് മുന്നിലൂടെ കടന്നു പോകുന്നവർ ഈ ചെണ്ടുമല്ലിത്തോട്ടം കാണാതിരിക്കില്ല. തട്ടുതട്ടായി നിൽക്കുന്ന ചെണ്ടുമല്ലി ചെടികളിൽ ഇടതൂർന്ന ഇതളുകളുമായി വിരിഞ്ഞുലർന്ന് ചാഞ്ചാടുന്ന ചെണ്ടുമല്ലിപ്പൂക്കൾ മനസ്സ് നിറയ്ക്കുന്ന ഓണക്കാഴ്ചയായി മാറുകയാണ്. ഇടവകയിലെ അസിസ്റ്റന്റ് വികാരിയായ ഫാദർ ഡോണൽ പുലിക്കോട്ടിലാണ് ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കം കുറിച്ചത്. വികാരിയും ഇടവകക്കാരും ഒപ്പം നിന്നു. ഈ ഒരു പള്ളിയുടെ ഒരു സ്ഥലം കണ്ടപ്പോൾ തന്നെ ഒരു പൂന്തോട്ടത്തിന് ആവശ്യമായ സ്ഥലമുണ്ടെന്ന് ആദ്യമേ തന്നെ തിരിച്ചറിഞ്ഞു. അത് കഴിഞ്ഞ് പ്രിയോറിച്ചതിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാഹചര്യമുണ്ടായി.
ഒപ്പം തന്നെ അമ്മമാരും അപ്പന്മാരും എല്ലാവരും നല്ലൊരു സപ്പോർട്ടായിരുന്നു. ഈ ഇടവക സമൂഹം മൊത്തത്തിലൊരു നല്ലൊരു സപ്പോർട്ട് ഇതിന് കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതും ഇത്രയധികം പൂക്കൾ ഉണ്ടാകാൻ കാരണം. ഇത് ഞങ്ങൾ തുടങ്ങിയത് ജൂൺ 20-ാം തീയതിയാണ്. ഏകദേശം ഒരു 2-2.5 മാസത്തോളമായി ഇതിൻ്റെ പിന്നിലായിട്ട്. ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ചെറുപ്പത്തിൽ തന്നെ നമുക്കറിയാം അതിൻ്റെ പരിചരണമൊക്കെ ആവശ്യമാണ്. പുല്ല് പറിക്കുന്നതിനായാലും ഒപ്പം തന്നെ വളമിടുന്നതിനായാലും. ഇത് 1500 ചെടികൾ ഞാൻ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇവരൊക്കെയാണ് ഇതിൻ്റെ പോരാളികൾ എന്ന് പറയാം നമുക്ക് യഥാർത്ഥത്തിൽ. ഇടവകക്കാർ ഓരോരുത്തരും ഈ ചെണ്ടുമല്ലി പാടം ഒരുക്കുന്നതിൽ ചെറുതും വലുതുമായ പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് വികാരി ഫാദർ ജിയോ ആലനോലിക്കൽ, കൈക്കാരന്മാരായ ലാൻസ് കണ്ണത്ത്, സൈമൺ ചെമ്മഞ്ചേരി, സിജോ പാണനാൽ, അജിത് തട്ടിലുമ്പാവു എന്നിവർ പറഞ്ഞു. ഇതിൽ കൊച്ചച്ഛൻ്റെ ഒപ്പം നമ്മുടെ ഇടവകയിലുള്ള എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളുടെ സഹകരണം ഉണ്ടായിരുന്നു. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെയുള്ള ആളുകളുടെ പല വിധത്തിലുള്ള സഹകരണങ്ങളുണ്ടായിരുന്നു. വെള്ളമൊഴിക്കാനും ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുമുള്ള സഹകരണങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. എല്ലാത്തിനും നേതൃത്വം വഹിച്ചത് ഇവിടുത്തെ കൊച്ചച്ഛനായിരുന്ന ഡോണൽ പുന്നിക്കോട്ടച്ഛനാണ്. നമുക്കിവിടെ വഴിയുടെ സൈഡിലായതുകൊണ്ട് തന്നെ ആളുകൾക്ക് കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ആളുകൾ ആവശ്യപ്പെട്ട് വരുമ്പോഴൊക്കെ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അത് വഴി സൈഡായതുകൊണ്ട് നമ്മളിവിടെ ചെറിയൊരു സ്റ്റാൾ ഇടാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി കൂടുതൽ പൂക്കൾ കൂടുതലായിട്ട് വരുമ്പോൾ നമ്മൾ അടുത്തുള്ള കടകളിൽ കൊടുക്കുവാനുള്ള ഉദ്ദേശവുമുണ്ട്. 3 മാസത്തോളം പരിപാലിച്ചാണ് തോട്ടം ഇന്ന് കാണുന്ന നിലയിലായത്. 1500 തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. പള്ളിമുറ്റത്തെ ചെണ്ടുമല്ലിത്തോട്ടം കാണുന്നതിന് വരന്തരപ്പള്ളി കൃഷി ഓഫീസർ നീതു ചന്ദ്രനും എത്തിയിരുന്നു. ഇതിനോടകം 50 കിലോഗ്രാം പൂവ് വിൽപ്പന നടത്തുകയും ചെയ്തു. അത്തം മുതൽ പൂക്കൾ പറിച്ച് സമീപത്തെ കടകളിലും മറ്റ് ആവശ്യക്കാർക്കും വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പുതിയൊരു ഓണക്കാലം കൂടി വരുന്നെത്തുമ്പോൾ വരന്തരപ്പള്ളിയിലെ വിമലഹൃദയ പള്ളിയിലെ ഇടവക വികാരിമാരും ഇടവക ജനങ്ങളും ചേർന്ന് മനോഹരമായ ഒരു പൂന്തോട്ടം തന്നെയാണ് പള്ളിമുറ്റത്ത് ഒരുക്കിയിരിക്കുന്നത്. ഇടവകക്കാർക്കും പരിസരവാസികൾക്കും ഇനി പള്ളിപ്പടിക്കൽ വന്ന തോട്ടത്തിലെ പൂക്കൾ തന്നെ നേരിട്ട് വാങ്ങാനായിട്ട് സാധിക്കും. ക്യാമറമാൻ നന്ദുവിനൊപ്പം ചെണ്ടുമല്ലിത്തോട്ടത്തിൽ നിന്നും ബൈജു ദേവസി, NCTV ന്യൂസ്. ഓണത്തോടനുബന്ധിച്ച് പുതുക്കാട് യൂത്ത് വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ഓണം മഹാ ആദായ വിൽപ്പനമേള പുതുക്കാട് ഹൈവേയിൽ പഴയ പോലീസ് സ്റ്റേഷന് സമീപം KR കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. TJ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് KL ജെയ്സൺ അധ്യക്ഷത വഹിച്ചു. അത്തം മുതൽ തിരുവോണം വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ തുണിത്തരങ്ങൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, കർഷകരിൽ നിന്ന് നേരിട്ട് സമാഹരിക്കുന്ന പച്ചക്കറികൾ, മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് പ്രധാനമായും ലഭ്യമാവുക. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ആദ്യ വിൽപ്പന ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, പുതുക്കാട് സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് രാജു തളിയത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, രജനി സുധാകരൻ, സംഘം അംഗങ്ങളായ ഷിജു വെളിയത്ത്, ബഷീർ അഹമ്മദ്, CV ഷംസുദ്ദീൻ, സുധൻ കാരയിൽ, ചെറി പുളിക്കൽ, MA അനീഷ് കുമാർ, ജസ്റ്റിൻ ആറ്റുപുറം, ആൻസി ജോബി, റോസ്മേരി ബെസ്റ്റിൻ, CA അജിമോൾ, സെക്രട്ടറി കാർത്തിക മോഹൻദാസ് എന്നിവർ പ്രസംഗിച്ചു. വലിയ ആദായ വിൽപ്പനയുമായിട്ട് വളരെ അവരുടെ നിത്യജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സംരംഭങ്ങളെ തുടങ്ങിയിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ വിലയിലും ഏറ്റവും ഗുണമേന്മയിലും സാധനങ്ങൾ കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഇതുപോലുള്ള സംഘങ്ങൾ, പ്രത്യേകിച്ച് സർക്കാർ തലങ്ങളിലാണെങ്കിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കാലങ്ങളായി ചെയ്തു വരുന്നതാണ്. ഒപ്പം തന്നെ സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ യൂത്ത് വെൽഫെയർ സഹകരണ സംഘം ഇവിടെ സ്ഥാപിതമായിട്ട് കുറച്ച് കാലങ്ങളോ ആയിട്ടുള്ളൂ എങ്കിലും 2014 മുതൽ ഇതിൻ്റെ പ്രവർത്തനം നല്ല നിലയിൽ തൃശ്ശൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നടത്തപ്പെടുകയും പുതുക്കാടാണെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യമുള്ളൊരു സ്ഥലമാണ്. സൊസൈറ്റിയെ സംബന്ധിച്ച് ധനകാര്യ കാര്യത്തിലായാലും അതുപോലെ മറ്റുള്ള പല കാര്യങ്ങളിലായാലും സാധാരണക്കാരുടെ അത്താണിയാണ് സൊസൈറ്റികൾ. അപ്പോൾ ഇതിലൂടെയുള്ള ഈ മെഗാമേള കിഴിവോടുകൂടി ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷകരമായ ഒരു സുദിനം തന്നെയാണ്. എന്തായാലും ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ വിജയിക്കുകയും ചെയ്യുന്നു. സൊസൈറ്റിക്ക് മേൽക്കുമേൽ ഒരുപാട് ഉന്നതി ഉണ്ടാകട്ടെ എന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. യൂത്ത് വെൽഫെയർ സൊസൈറ്റി കടന്നു വന്നത് പുതുക്കാടിന്റെ മണ്ണിലേക്ക് വന്നിരിക്കുന്ന ഈ സൊസൈറ്റി മറ്റുള്ള സൊസൈറ്റിയോട് കിടപിടിച്ച് മുന്നേറി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ സേവനങ്ങൾ നടത്താൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ആശംസ നൽകുന്നു. വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ്. കാരണം വളരെയധികം അന്ന് തുടങ്ങുന്ന കാലഘട്ടത്തിൽ വളരെയധികം ക്ലേശം അനുഭവിച്ച് ഞാനും ബഹുമാനപ്പെട്ട അന്നത്തെ വൈസ് പ്രസിഡന്റും എൻ്റെ ഏറ്റവും കൂടുതൽ സുഹൃത്തുമായ ഷിജു കൂടി
ബഹുമാനപ്പെട്ട CN ബാലകൃഷ്ണൻ അടക്കമുള്ളവരുടെ അനിശ്ചിത നേതാക്കളുടെ സഹായത്തോടുകൂടി വളരെ ശ്രമകരമായി തന്നെ തുടങ്ങി വെച്ച ഒരു സംവിധാനമാണ്. വെറും 40 ഷെയർ ഹോൾഡേഴ്സുമായി തുടങ്ങി ഇന്ന് 714 ഷെയർ ഹോൾഡേഴ്സിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും പുതുക്കാട് ഒരു നല്ല രീതിയിലെ സൊസൈറ്റി വളർന്നു വരുവാനും ഇവിടെ സ്വന്തമായിട്ട് കെട്ടിടവും എല്ലാമായിട്ട് അവരിവിടെ വളർന്ന് പഠനം പന്തലിക്കാൻ യൂത്ത് വെൽഫെയർ സൊസൈറ്റിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാവർക്കും ഓണത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുന്ദരി മോഹൻദാസ്, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബുരാജ്, ക്ഷണം സ്വീകരിച്ചോടെത്തിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ പേരിലും സൊസൈറ്റിയുടെ പേരിലും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഉദ്ഘാടന കർമ്മത്തിനായി എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട MLA സനീഷ് കുമാർ ജോസഫിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. പൊലിമ പുതുക്കാട് പദ്ധതിയുടെ ഭാഗമായി കൃഷിവകുപ്പിന്റെ സഹായത്തോടെ നടത്തിയ പൂകൃഷി വിളവെടുപ്പ് നടത്തി. കെ രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. നെല്ലായിലെ ശ്രേയസ് കുടുംബശ്രീ JLG ഗ്രൂപ്പ് നേതൃത്വം വഹിച്ചു. ബീന സുരേന്ദ്രൻ, കാർത്തിക ജയൻ, A സ്വപ്ന, ദീപ കിഷോർ, സരിത തിലകൻ, കവിത സുനിൽ, അമൃത നിഷാന്ത് എന്നിവർ പ്രസംഗിച്ചു. കാവല്ലൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. വിളവെടുപ്പിലൂടെ സമാഹരിക്കുന്ന തുക ക്ലാസിൽ നിർധനർക്ക് ഓണക്കോടി വാങ്ങാനായി കുട്ടികൾ ഉപയോഗിക്കും. അധ്യാപികയായ സൗമ്യ, പ്രധാനാധ്യാപിക രമ എന്നിവർ നേതൃത്വം നൽകി. ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കൃഷി ചെയ്ത ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പ് നടത്തി. വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് സ്റ്റേഷൻ SHO K കൃഷ്ണൻ ആദ്യ വിളവെടുപ്പ് നടത്തി. പ്രധാനാധ്യാപിക KG ഗീത അധ്യക്ഷത വഹിച്ചു. SP കേഡറ്റുകൾ, അധ്യാപകർ, വിദ്യാലയത്തിലെ മറ്റു വിദ്യാർത്ഥികൾ, PTA അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. വിദ്യാലയത്തിലെ തന്നെ വിദ്യാർത്ഥികൾക്കാണ് പൂക്കൾ വിതരണം ചെയ്തത്. SPC തൃശൂർ റൂറൽ NDO KK ജോയ്, CPO അജിത, എക്സിക്യൂട്ടീവ് അംഗം ഉണ്ണികൃഷ്ണൻ, SMC ചെയർമാൻ സുഭാഷ് ചന്ദ്രബോസ്, വിസ്മി, അധ്യാപകരായ സുനിത, സന്ധ്യ, വിനീത എന്നിവർ സന്നിഹിതരായി. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ഓണച്ചന്തയ്ക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ അധ്യക്ഷത വഹിച്ചു. കേരള അഗ്രിമാർട്ട് നേതൃത്വം വഹിച്ചു. വിലക്കുറവിൽ പലവ്യഞ്ജനങ്ങൾ, മസാലപ്പൊടികൾ എന്നിവയാണ് കർഷക ചന്തയിൽ ലഭ്യമാവുന്നത്. കുടുംബശ്രീ ചെയർപേഴ്സൺ ചീബ പരമേശ്വരൻ, വാർഡംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ സന്നിഹിതരായി. ശനിയാഴ്ച ഓണച്ചന്ത സമാപിക്കും. കൊടകര ബ്ലോക്കിലെ ദർശനം വാർമർ പ്രൊഡ്യൂസർ കമ്പനി അംഗങ്ങൾ കൃഷി ചെയ്ത ചെണ്ടുമല്ലി വിളവെടുപ്പ് നടത്തി. ആദ്യ വിൽപ്പന നബാർഡ് DGM സെബിൻ ആന്റണി നിർവഹിച്ചു. കമ്പനി ചെയർപേഴ്സൺ EA ഓമന അധ്യക്ഷത വഹിച്ചു. VS ജോയ് മുഖ്യാതിഥിയായി. പോൾ രഞ്ജിത്ത് കൈപ്പിള്ളി, പ്രകാശൻ ഗംഗാധരൻ, ചെമ്മണ്ട സുബ്രഹ്മണ്യൻ, ജോൺ കുട്ടി, CO ജോൺ എന്നിവർ പ്രസംഗിച്ചു. ആമ്പല്ലൂർ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന ഓണം വിപണന മേളയ്ക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. രാവിലെ 10-ന് അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി ഉദ്ഘാടനം നിർവഹിക്കും. ആദ്യ വിൽപ്പന ക്ഷേത്ര മേൽശാന്തി അനന്തകൃഷ്ണൻ നമ്പൂതിരി നിർവഹിക്കും. മറ്റു വാർത്തകളിലേക്ക്. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിലെ ശതാബ്ദിയോടനുബന്ധിച്ച് കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷന്റെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. പുതുക്കാട് ഫൊറാന വികാരി ഫാദർ പോൾ തേക്കാനത്ത് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വികാരി ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ, സഹവികാരി ഫാദർ ബെൻവിൻ തട്ടിൽ, ഫൊറോനയിലെ 22ഓളം പള്ളി വികാരിമാർ, കൺവെൻഷൻ കമ്മിറ്റി കൺവീനർ ജെയ്സൺ മഞ്ഞളി, നടത്തുകൈക്കാരൻ ഡോൺ കല്ലൂക്കാരൻ, മറ്റു കമ്മിറ്റി അംഗങ്ങൾ, കൈക്കാരന്മാരും ഇടവകക്കാരും സന്നിഹിതരായി. ഒക്ടോബർ 16 മുതൽ 20 ഉൾപ്പെടെയുള്ള 5 ദിവസങ്ങളാണ്. ബുധനാഴ്ച മുതൽ ഞായറാഴ്ച ഉൾപ്പെടെയുള്ള 5 ദിവസങ്ങളാണ്. ഈ സാധാരണ ധ്യാനം നടത്തുമ്പോൾ ഏറ്റവും അകന്നൊരുക്കം, അടുത്തൊരുക്കം, ഏറ്റവും അടുത്ത ഒരുക്കം എന്നൊക്കെ ഞങ്ങൾ സെമിനാരിയിൽ പഠിപ്പിക്കാറുണ്ട്. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിലെ പരിശുദ്ധ ദേവമാതാവിന്റെ പ്രതിഷ്ഠാ തിരുനാളും ഊട്ടുനേർച്ചയും ശനി ഞായർ ദിവസങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ഊട്ടുതീർന്നാൾ ദിനമായ ശനിയാഴ്ച രാവിലെ 5:45-നും 7:30-നും വിശുദ്ധ കുർബാന നടക്കും. ഫാദർ ഫെഡറിക് എലുവത്തിങ്കൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് കാർമ്മികനാകും. ഫാദർ ഡൊമിനിക് തലേക്കാടൻ തിരുനാൾ സന്ദേശം നൽകും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 5:45-നും 7:15-നും വിശുദ്ധ കുർബാന നടക്കും. രാവിലെ 10-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ രാജു അക്കര കാർമ്മികത്വം വഹിക്കും. ഫാദർ ബാസ്റ്റ്യൻ പുന്നോലിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും. വൈകുന്നേരം 4:30-ന് ഫാദർ ഡിറ്റോ കൂള കാർമ്മികനായ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദർശനം ഉണ്ടായിരിക്കുന്നതാണ്. 15-ന് 8-ാം വിള ചടങ്ങുകൾ നടക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ, സഹവികാരി ഫാദർ ബെൻവിൻ തട്ടിൽ, ഡോൺ കല്ലൂക്കാരൻ, ജനറൽ കൺവീനർ ജോജു മഞ്ഞളി എന്നിവർ പങ്കെടുത്തു. ഈ 7-8 തീയതികളിൽ പ്രധാനമായിട്ടും അവിടുത്തെ തിരുനാളാണ്. പ്രതിഷ്ഠാ തിരുനാളും ഊട്ട് തിരുനാളും അനുബന്ധിച്ചിട്ടുള്ള നവഭാരതീയ കർമ്മങ്ങൾ ജൂലൈ 13-ാം തീയതി ശനിയാഴ്ച വിശുദ്ധ കുർബാനയോടുകൂടി നമ്മൾ ആരംഭിച്ചു. എല്ലാ ശനിയാഴ്ചകളിലും വൈകിട്ട് 5 മണിക്ക് ആരാധനയും 5:30-ന് വിശുദ്ധ കുർബാനയോടുകൂടി ഏറ്റവും സഘോഷത്തോടുകൂടി അത് ആചരിച്ചു വരുന്നു. അതോടെ മാതാവിൻ്റെ സെപ്റ്റംബർ പെരുന്നാൾ വരുന്നത് സെപ്റ്റംബർ 7 ദിവസങ്ങളിലാണ്. ഈ വർഷത്തെ തിരുനാളോട് പ്രത്യേകത എന്ന് വെച്ചാൽ 100-ന്റെ നിറവിൽ നമ്മുടെ ദേവാലയം BJP പുതുക്കാട് നിയോജക മണ്ഡലം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ചിറ്റിച്ചേരിയിൽ വെച്ച് നടന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്, BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, AG രാജേഷ് എന്നിവർ സന്നിഹിതരായി. 88002024 ഒന്നുകൂടെ പറയാം. 88002024 ഞെക്കിക്കോ. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ AITUC പുതുക്കാട് യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. CPI മണ്ഡലം സെക്രട്ടറി PK ശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജ്മെന്റിന്റെ തൊഴിൽ പരിഷ്കാരങ്ങൾ അവസാനിപ്പിക്കുക, കൃത്യമായി ശമ്പളം കൊടുക്കുക, തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നടപടി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ കൺവെൻഷനിൽ അധികൃതരോട് ആവശ്യപ്പെട്ടു. AITUC പുതുക്കാട് മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ, എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി VP ബാബുരാജ്, സംസ്ഥാന ഓർഗനൈസേഷൻ സെക്രട്ടറി KK ജയൻ, ജില്ലാ സെക്രട്ടറി ജോസഫ് രാജ, പ്രസിഡന്റ് M സതീഷ് എന്നിവർ പ്രസംഗിച്ചു. അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് അംഗങ്ങൾ പായലും മണ്ണും ഉപയോഗിച്ച് പായൽ പന്തുകൾ നിർമ്മിച്ചു. ഇരിങ്ങാലക്കുട ക്ലസ്റ്റർ തല ഉദ്ഘാടനം അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരി നിർവഹിച്ചു. PX റോയ് തോമസ് അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം ഓഫീസർ VM സോഫിയ, ക്ലസ്റ്റർ കൺവീനർ OS ശ്രീജിത്ത്, NSS ലീഡർ PS അർജുൻ എന്നിവർ പ്രസംഗിച്ചു. വിദേശ മദ്യവുമായി മരോട്ടിച്ചാൽ വല്ലൂർ സ്വദേശി എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 3.5 ലിറ്റർ വിദേശ മദ്യവുമായാണ് 49 വയസ്സുകാരൻ വിനയനെ പിടികൂടിയത്. ബുധനാഴ്ച വൈകിട്ട് 6:15-നാണ് സംഭവം. 3.5 ലിറ്റർ വിദേശ മദ്യവും 500 രൂപയും അടക്കം മരോട്ടിച്ചാൽ പുലിക്കണ്ണി റോഡിലെ ചായക്കടയുടെ സമീപത്തു നിന്നാണ് പിടികൂടിയത്. തൃശൂർ എക്സൈസ് റേഞ്ചിലെ എക്സൈസ് ഇൻസ്പെക്ടറായ സജീഷ് കുമാറും സംഘവും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കല്ലേറ്റുങ്കര K. കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകളിലെ 3ാം സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 9 മുതൽ 13 വരെ കോളേജിൽ വെച്ച് നടത്തുന്നതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്കും ഓൺലൈനായോ സ്ഥാപനങ്ങളിൽ നേരിട്ട് ഹാജരായോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവർ അസൽ സർട്ടിഫിക്കറ്റുകളും ഫീസും സഹിതം കോളേജിൽ നേരിട്ടെത്തി അഡ്മിഷൻ നേടേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0427202074 9446232572 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. സാമൂഹ്യനീതി വകുപ്പ് 60 വയസ്സ് കഴിഞ്ഞ BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാരിൽ മുഴുവൻ
പല്ലുകളും നഷ്ടപ്പെട്ടവർക്ക് ദന്തനിര വെച്ച് നൽകുന്ന മന്ദഹാസം പദ്ധതി, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കുന്ന ഗ്ലൂക്കോമീറ്റർ വിതരണം ചെയ്യുന്ന വയോമധുരം എന്നീ പദ്ധതികൾക്ക് സുനീതി പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണെന്ന് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ അറിയിച്ചു. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6670 രൂപയും പവന് 53,360 രൂപയും രേഖപ്പെടുത്തി. പുതുക്കാട് പാഴായി പയ്യന്നൂർ കളരിക്കൽ രാധാകൃഷ്ണൻ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രമാബായിയാണ് ഭാര്യ. ഹരികൃഷ്ണൻ, അതുൽ, കൃഷ്ണൻ എന്നിവർ മക്കളാണ്. നെന്മണിക്കര ചിരമ്പത്ത് രാജൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വിനോദിനിയാണ് ഭാര്യ. കിരൺ, കീർത്തി എന്നിവർ മക്കളും മനോജ്, ഷാഹിൻ എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് കാരപ്പറമ്പൻ വർഗീസ് ഭാര്യ ആനി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10-ന് പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. പീറ്റർ, ഷിൻസി, പോളി, പരേതയായ ടെസ്സി എന്നിവർ മക്കളും ജോസ്, സിജി, ആൻഡോ, ലിസ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. റഷ്യയിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കല്ലൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ സന്ദീപിന്റെ വീട്ടിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. സന്ദീപിന്റെ മൃതദേഹം വിട്ടുകിട്ടുവാൻ എംബസിയുമായി ചർച്ച ചെയ്തതായി കേന്ദ്രമന്ത്രി. അധ്യാപക ദിനം ആഘോഷിച്ച് സ്കൂളുകളും സംഘടനകളും. ചെങ്ങാലൂർ SN പുരത്ത് വളർത്തുനായ്ക്കളെ റോഡിലേക്ക് അഴിച്ചുവിടുന്നത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുന്നു. സ്വകാര്യ വ്യക്തിക്കെതിരെ പരാതിയുമായി നാട്ടുകാർ. രണ്ടാം ഘട്ട ഡിജിറ്റൽ സർവേ നടത്തുന്ന ആമ്പല്ലൂർ വില്ലേജിന്റെ സർവേ പ്രവർത്തനങ്ങളുടെയും ഡിജിറ്റൽ സർവേ വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിലെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രതിഷ്ഠാ തിരുനാളും ഊട്ടുനേർച്ചയും ശനി, ഞായർ ദിവസങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. BJP പുതുക്കാട് നിയോജക മണ്ഡലം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ചിറ്റിശ്ശേരിയിൽ വെച്ച് നടന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.